നിങ്ങളുടെ ഇഷ്ട പരമ്പരകളുടെ മുഴുവൻ എപ്പിസോഡുകളും ടെലികാസ്റ്റിന് ശേഷം എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ കാണൂ. ഇന്ത്യൻ ചാരം മൂടിക്കിടക്കുന്ന സത്യങ്ങൾ എന്താണെന്ന് വൈഗ മാഡം തിരിച്ചറിയാൻ ഇനി അധിക നാളൊന്നുമില്ല. നിന്റെ ആയുസും ആ സമയം വരെ ഉണ്ടാവൂ. അതുവരെ നിനക്ക് ചിരിക്കാം. പോട്ടെ. നോക്കിയിറങ്ങച്ചമ്മ. പതുക്കെ. സിദ്ധുന്റെ ബാഗ് ഇവിടെ ഇരിക്കുന്നു. ഞാൻ എടുക്കാം. അപ്പോ എയർപോർട്ടിൽ ആരൊക്കെയാ പോകുന്നത്? എയർപോർട്ടിലേക്ക് ഞാനും വിനീതും പോവും. ഇവരെ കയറ്റി വിട്ടിട്ട് ഞങ്ങൾ തിരിച്ചു വരും. എങ്കിൽ പിന്നെ നിന്ന് സമയം കളയണ്ട, നിങ്ങൾ ഇറങ്ങാൻ നോക്ക്. അച്ഛമ്മ, ഇന്റർവ്യൂവിന് പോവാ. ഒരു തടസ്സമില്ലാതെ ഇന്റർവ്യൂവിന് പങ്കെടുക്കുന്നതിനും വിജയിക്കുന്നതിനും എന്നെ അനുഗ്രഹിക്കണം. നന്നായി വരും മോളെ. കൃഷ്ണമാമ, എന്നെ അനുഗ്രഹിക്കണം. ഇത് പ്രത്യേകം പറയണം മോളെ. എന്റെ എല്ലാ പ്രാർത്ഥനയും മോളുടെ കൂടെ എപ്പോഴും ഉണ്ടാവും. പോയിട്ട് വാ. ചേച്ചി ധൈര്യമായിട്ട് പൊക്കോ. ഇന്റർവ്യൂ കഴിഞ്ഞ് തിരിച്ചെത്തുന്നത് വരെ ഞങ്ങളെല്ലാം ചേച്ചിക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അപ്പൊ എനിക്ക് വേണ്ടി പ്രാർത്ഥനകളൊന്നുമില്ലേ? എന്തിനാടാ മോനെ അങ്ങനെ ചോദിക്കുന്നത്? ഞങ്ങൾക്ക് വേണ്ടത് 2 കളക്ടർമാരെ. നിങ്ങൾ രണ്ടുപേരും ജയിക്കും, കളക്ടറാവും. നോക്കിക്കോ. എങ്കിൽ പിന്നെ സമയം കളണ്ട. വാ വാ, പോവാം. ശരി അച്ഛമ്മ. ശരി ചേച്ചി. ശരി എന്നാ. എന്റെ 2 മക്കളെയും കാത്തോളണേ. സുന്ദരി എല്ലായ്പ്പോഴും കോൺഫിഡൻസോടെ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്ന ആളാ. ഇത്തവണ ആ കോൺഫിഡൻസ് കൈവിടരുത്. ഓൾ ദി ബെസ്റ്റ്. എന്റെ കോൺഫിഡൻസിന് യാതൊരു കുഴപ്പമില്ല. പക്ഷെ നീ ചെറുതായൊന്ന് നെർവസ് ആയെന്ന് സംശയം. ഒന്നുമില്ല, ധൈര്യമായിട്ട് അറ്റൻഡ് ചെയ്യും. നമ്മൾ രണ്ടുപേരും ഈസി ആയിട്ട് വിജയിക്കും. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. അച്ഛമ്മ ഇവിടെ എങ്ങാനും വന്ന് ഇരിക്ക. അച്ഛമ്മ, ഏയ് ഇരുന്നാ ശരിയാവില്ല. ഇപ്പൊ തന്നെ വിമാനം ഇറങ്ങിന്ന് വിളിച്ചു പറഞ്ഞിട്ട് നേരെ ഒത്രയായി, ഇതുവരെ എത്തിയില്ലല്ലോ. അമ്മ ഇങ്ങനെ തെക്ക് വടക്ക് നടന്നാല് അവരിങ്ങെത്തുവോ? എന്നാലും അങ്ങനല്ലല്ലോ. എനിക്കൊരു വെപ്രാളോ ശ്രീദേവി. വെപ്രാളപ്പെടാൻ ഒന്നുമില്ല, അവരിങ്ങ് എത്താറായി.
ചേച്ചി കാറിലിരുന്ന് എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ടായിരുന്നു. ഓ, ഇതിനിടയിൽ അങ്ങനെ ഒരു പരിപാടി നടക്കുന്നുണ്ടായിരുന്നോ? അല്ലടി മാലിനി, ഈ ഇന്റർവ്യൂ ഒക്കെ നന്നായിട്ട് കഴിഞ്ഞു എന്നല്ലേ അവള് പറഞ്ഞത്? ദേ അമ്മ, ഇതും കൂട്ടി 1515 തവണയാ അമ്മ ഈ ചോദിക്കുന്നത്. ഇനി സുന്ദരി വന്നിട്ട് അമ്മ നേരിട്ട് ചോദിച്ചാ മതി. ദേ, അവരെത്തി. ശ്രീദേവി, ആരതി എടുക്ക ചെല്ലടി. ഒന്ന് അടങ്ങണ്ട അച്ഛമ്മ. ഇന്റർവ്യൂ ഒക്കെ നന്നായിരുന്നില്ലേ മോളെ? സിദ്ധു, നീ നന്നായിട്ട് പറഞ്ഞില്ലേ? ആ, ഞങ്ങൾ രണ്ടുപേരും നന്നായിട്ട് തന്നെ പ്രസന്റ് ചെയ്തിട്ടുണ്ട്. ഹോ, എങ്കിൽ എന്റെ ഡയലോഗ് ഒന്ന് മാറ്റി പിടിക്കാൻ ഞാൻ. എന്റെ ചെല്ല കളക്ടർമാര്. ശ്രീദേവി, രണ്ടുപേർക്കും ആരതി ഒഴിഞ്ഞേ. ദാ അമ്മ. നിങ്ങൾ അകത്തോട്ട് ചെല്ല്. പായസമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഞാൻ. മാലിനി, അതെടുത്ത് കൊടുക്ക. സിദ്ധു, സാധാരണ എനിക്ക് കാണണോന്ന് പറഞ്ഞ് സാറിനെ വിളിച്ചു വരുത്തി ഞാൻ കാത്തു നിൽക്കാറാ പതിവ്. ഇതിപ്പോ എന്തു പറ്റി സാറേ? എന്നെ കാണണോന്നൊരു തോന്നൽ. ഇത്രയും കാലം എനിക്ക് സാറിൽ നിന്ന് ചിലത് നേടിയെടുക്കാനുണ്ടായിരുന്നു. ഇപ്പൊ സാറ് എന്നിൽ നിന്ന് എന്തൊക്കെയോ പ്രതീക്ഷിക്കുന്നുണ്ട്. കൂടുതൽ പെർഫോമൻസ് ഒന്നും വേണ്ട. പച്ചയ്ക്ക് കാര്യം ഞാനങ്ങ് പറഞ്ഞേക്കാം. V&V ഗ്രൂപ്പിന്റെ അക്കൗണ്ടിൽ നിന്നും നീ എടുത്തു മാറ്റിയ 40 ലക്ഷം രൂപ മര്യാദയ്ക്ക് തിരികെ അക്കൗണ്ടിൽ ഇട്ടേക്കണം. ചേടാ, ഈ സാറെന്താ ഇത് ഇങ്ങനെ ആയിപ്പോയത്? അത് വേറൊരു കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുകയല്ലേ സാറേ? നല്ല കാര്യമല്ലേ അത്? എന്നിട്ടിപ്പോ സാറ് പറഞ്ഞാലുടനെ അത് തിരിച്ചു തരാൻ പറ്റുമോ? വൈകിയുടെ കമ്പനിയിലെ പണം എടുത്ത് നിന്റെ പേരിൽ ഇൻവെസ്റ്റ്മെന്റ് നടത്താനുള്ളതല്ല. അതിപ്പോ ആരുടെ പേരിലായാൽ എന്താ സാറേ? കേരളത്തില് വ്യവസായങ്ങൾ വളരട്ടെ. അതിന് നമ്മളായിട്ട് എന്തിനാ തടസ്സം നിൽക്കുന്ന സാറേ? ചുമ്മാ അങ്ങ് വളരട്ടെ എന്നേ. പക്ഷേ അതിന് ഇൻവെസ്റ്റ്മെന്റും വേണമല്ലോ. അതിപ്പോ എന്റെ പേരിലാണെങ്കില് ഞാനും കൂടെ അങ്ങ് നന്നാവും. ഒരു പക്ഷേ ഭാവിയിൽ വൈഗ മേഡത്തെ പോലെ ഞാനൊരു ബെസ്റ്റ് വുമൻ എന്റർപ്രണർ ആവില്ലെന്ന് ആര് കണ്ടു? അർച്ചന, മര്യാദക്ക് എടുത്ത പണം എടുത്ത സ്ഥലത്ത് തന്നെ തിരിച്ചിട്ടേക്കണം. അതില് ഒരു പ്രശ്നമുണ്ടല്ലോ സർ.